അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡിലെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് നാൾ കാത്തിരുന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ഒരു അൺബോക്സിങ് വീഡിയോയുടെ റിസൾട്ട് കൂടി എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ 1.5 മാസത്തെ ഡിസ്റ്റൻസ് വന്നത്. ഇതാ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. അമർലില്ലീസിന്റെ ഒരു പ്ലാന്റ് നല്ല കഷ്ടമുണ്ടായിരുന്നു കണ്ടപ്പോൾ കേട്ടോ. ലീഫൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിന്റെ ബൾബിലാണല്ലോ കാര്യം, അതുകൊണ്ട് ഞാൻ അത്ര മൈൻഡ് കൊടുത്തില്ല. അടുത്തത് ലെമൺ വൈൻ ആണ്. അതിന്റെ പൂക്കളുടെ ഭംഗി കൊണ്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അടുത്തത് നമ്മുടെ ശവന്നാറിപ്പൂവ്. ഇപ്പോൾ ഭയങ്കര ഡിമാൻഡിൽ വിൻഗാ റോസ് എന്നൊക്കെ പറയും, ആ ഒരു ചെടിയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ വെർബീന പ്ലാന്റ് ആണ്. ഇതെന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്, പിന്നെ ഞാൻ വാങ്ങി. നെക്സ്റ്റ് നല്ല വൈറൽ ആയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ, മണിമുല്ല. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിന്റെ പൂക്കളുടെ ഭംഗി കണ്ടിട്ട് തന്നെ ഒത്തിരി അന്വേഷിച്ച് നടന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഞാൻ നട്ടു പിടിപ്പിച്ചോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ 1.5 മാസത്തിന് ശേഷം നമ്മുടെ അമർലില്ലീസിൽ 2 ബൾബിലും 2 ഇലകൾ വീതം വന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ മണിമുല്ല 4 വശത്തു നിന്നും പടരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു കുഴൽ കുത്തി കൊടുത്തപ്പോൾ ഇതാ പടർന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. വിൻഗാ പ്ലാന്റ് ഈ ഒരു സൈസ് ആയിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ വെർബീന പ്ലാന്റ് ആണ്. അതേ പൂക്കാറായിട്ടുണ്ട്, നല്ല സൈസിൽ വളർന്ന് ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ലെമൺ വൈൻ 2 തവണ പൂത്തിട്ടുണ്ട്. പിന്നെ അതേ പൂത്ത ശിഖരങ്ങളൊക്കെ ഞാൻ കുത്തി വേറൊരു പ്ലാന്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് എല്ലാ പ്ലാന്റുകളും